പിന്നെ വയറിന് തീരെ സുഖമില്ലാണ്ടായി 2-3 ദിവസം. ഇനി എവിടെയും കാണിച്ചില്ലേ? ഞാൻ നമ്മളെ നാടൻ ചികിത്സയൊക്കെ ആയിട്ട് അങ്ങനെ നോക്കേ, പക്ഷെ തീരെ ഒരു മാറ്റവും ഇല്ല. മഞ്ഞപ്പിത്തത്തിന്റെ കാലാട്ടോ, നോക്കണോ? മഞ്ഞപ്പിത്തവും വയറിന്റെ സൂക്കേടുമായിട്ട് എന്താ ബന്ധം? ഒക്കെ മഞ്ഞാണല്ലോ. ആ അത് ശരി. ഏതായാലും വെച്ചെടുക്കണ്ട, നമുക്ക് നമ്മളെ പുതിയ ഡോക്ടറെ തന്നെ ഒന്ന് കാണിക്കാം. ഏടുന്ന്? അത് ഇവിടെ അടുത്ത് തന്നെ. മൂപ്പരെ പറയലുണ്ടാവും. വാങ്ങി വാ. ഡോക്ടറെ ആ നിങ്ങളോ കയറിയിരിക്കും. എന്തായി രണ്ടാളും പോന്ന്? ഞമ്മക്കൊരാവശ്യം വരുമ്പോ നാട്ടിലൊരു ഡോക്ടർ ഉണ്ടാവുമ്പോ നിങ്ങളെ അടുത്തൊക്കെ വരണ്ടിയ. നിങ്ങൾ വന്ന കാര്യം പറയും. ആ എന്നാ എന്റെ പ്രശ്നം പറഞ്ഞു. 2 ദിവസമായി തുടങ്ങിയിട്ട് വയറിന് വല്ലാത്തൊരക്കേട്. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഓനൊന്ന് പരിശോധിച്ച് എന്തേത്താ മരുന്ന് വെച്ചാൽ അങ്ങ് എഴുതി കൊടുക്കുവാണ്. ഞാൻ നിങ്ങൾ വിചാരിക്കും പോലെ വയറിന് ചികിത്സിക്കുന്ന ഡോക്ടർ അല്ല, ഞാൻ ഡോക്ടറേറ്റ് കിട്ടിയ ഡോക്ടർ. അങ്ങനെ പറഞ്ഞാല് ഞാൻ റിസർച്ച് ചെയ്തത് സാഹിത്യത്തിലാണ് എനിക്ക് ഡോക്ടറേറ്റ് കിട്ടിയത്. ആ മനസ്സിലായില്ലേ? മൂപ്പര് വയറിന് ചികിത്സിക്കുന്ന ഡോക്ടർ, സാഹിത്യത്തിന് ചികിത്സിക്കുന്ന ഡോക്ടർ. അല്ല, ഈ സാഹിത്യം എന്ന് പറയുന്നത് ഏത് ഭാഗത്തായിട്ട് വരൂ? ഞാനും ഇപ്പൊ ചോദിക്കാൻ നിൽക്കുകയും. അല്ലേ, ഓർത്തോന്റെ ഡോക്ടർ എല്ലിന് പരിശോധിച്ചു, ഗൈനോക്കോളജിന്റെ ഡോക്ടർ പേരെടുക്കും, ഈ സാഹിത്യത്തിന്റെ ഡോക്ടർ എന്ന് പറഞ്ഞാൽ തടിന്റെ ഏത് ഭാഗത്താ ചികിത്സിക്കാൻ? അങ്ങനല്ല. ഇനി എന്ത് ചോദ്യാ ചോദിക്കുന്നത്? സാഹിത്യം എന്ന് പറഞ്ഞാൽ തടിന്റെ ഏതോ ഭാഗമായിക്കൂല, പുതിയ എന്തോ അസുഖമായിക്കൂ. മൂപ്പര അതിന്റെ ഡോക്ടർ ആയിക്കൂ. ഇത് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. ഞാൻ ചികിത്സിക്കുന്ന ഡോക്ടർ അല്ല, ഞാൻ പഠിപ്പിക്കുന്ന ഡോക്ടറാ. ഇനി ഏതെങ്കിലും കോച്ച് ഫുട്ബോൾ കളിക്കുന്നുണ്ട് ഇപ്പൊ? ഇല്ല. എന്നാ അതുപോലെ ഈ ഡോക്ടറും പഠിപ്പിക്കേ ചെയ്യും, ചികിത്സിക്കൂല. എന്താ ആരോട് ഞാൻ പറയാ?